माहिया ओ माहिया, माहिया मेरे माहिया ओ मेरे माहिया। ഹായ് ആമീസ്, എല്ലാവർക്കും സുഖമാണോ? ഞാൻ കുറച്ച് കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അതിൽ കുറേ പേര് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാനൊന്നും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഐ എം റിയലി സോറി. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാം. എനിക്ക് തിരക്കുകൾ കാരണമാണ്. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. എൻ്റെ ഉമ്മാക്ക് ഒരു ചെറിയ ഷോപ്പുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെഡ്ഡിങ് വർക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് വന്നു. ഫുള്ള് ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് അടുപ്പിച്ച് ഒരു 1 വീക്കിൽ കൊടുക്കേണ്ട ഒരു അത്യാവശ്യം വന്നപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോകേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ചെറിയ തിക്കും തിരക്കുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ബ്ലൗസ് ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം സമയമെടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഇത്തിരി ടൈം എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പഠിച്ചത് കാർഡിയാക് ടെക്നീഷ്യനാണ്. ഞാൻ ഹാർട്ടിൻ്റെ ടെക്നീഷ്യനാണ്. അപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഗ്രാജുവേഷൻ്റെ കാര്യം മുന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. ഇപ്പം എനിക്ക് ട്രെയിനായിട്ട് എൻ്റെ ഇവിടെ തന്നെ തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്കൊരു ഹോസ്പിറ്റലിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ട്രെയിനായിട്ട് കിട്ടി. ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരാഴ്ചയായി. അപ്പോൾ പോയി വരുന്നതിൻ്റെ ഒരു ഇതും ആ ഒരു തിക്കും തിരക്കും ഫസ്റ്റത്തെ ഒരു ഇതുമാണ്. അത് കാരണമാണ് ഒക്കെ കൂടി ഒരുമിച്ച് വന്നപ്പോൾ ആകെ കൂടി ലേറ്റ് ആയത്. എന്തായാലും ഞാൻ എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണേ. അടിപൊളിയായിരുന്നല്ലേ ആയുഷി? ആ, അടിപൊളിയായിരുന്നു. കണ്ണണി വന്ന കാരണം അടിച്ചു പൊളിച്ചു ഞാൻ. ഐശ്വര്യ, അപ്പൊ ഞാൻ വന്ന അടിപൊളിയായിരിക്കില്ലേ? അങ്ങനല്ല പപ്പ. ഓ, ഇവിടെ ആർക്കോ ജലസി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ശോഭമ്മയാണല്ലോ. ആ, പറ ശോഭമ്മേ. ആ, ഞങ്ങൾ ഇറങ്ങി. ആ, ശരി, ഓക്കെ അമ്മേ, ബൈ. ആരവേ? ശോഭമ്മയെ വിളിച്ച് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കണ്ട, വീട്ടിൽ വന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നാ വീട്ടിൽ പോവാ? ആ, പോവാം. പക്ഷെ വീട്ടിലെത്തന്നെ 1 മണിക്കൂറും കൂടിയില്ലേ? എനിക്ക് വിശക്കുന്നു. കഴിച്ചാലോ? ഇവിടെയോ? ഇഷ്ടായില്ലേ? ഏയ്, എനിക്കിഷ്ടാണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ലാന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞോ? ആ, അങ്ങനെ പറഞ്ഞില്ല. വാ, നമുക്ക് കഴിക്കാം. മോളുറങ്ങിയില്ലോ? ഇപ്പൊ എന്തായാലും എഴുന്നേക്കില്ല. വീട്ടിൽ പോയിട്ട് ഭക്ഷണം കൊടുക്കാം. എന്നാ നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം. വിശക്കുണ്ടെന്ന് പറഞ്ഞിട്ട്? ആ, പക്ഷെ ശോഭമ്മ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ വീട്ടിലെത്താൻ ലേറ്റ് ആവും. എന്തായാലും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാം. നല്ല ക്ലൈമറ്റ് അല്ലേ?
ചേട്ടാ, ഒരു മസാല ദോശ. കൺമണിക്ക് എന്താ വേണ്ടേ? എനിക്കൊരു പൊടിദോശ മതി. മെല്ലെ കഴിക്കേ. നല്ല വിശപ്പാരവേ. ഇനിയും കുറച്ചേരം കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ സ്റ്റീഡിങ് എടുത്ത് തിന്നേനെ. ആ കാർഡ് ലോൺ ഇതുവരെ ഞാൻ അടച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പോഴാ ടെൻഷൻ വേണ്ട, ഞാനൊരു വെയിറ്റിന് പറഞ്ഞൂന്ന് മാത്രം. എന്നിട്ട് താങ്കളെ മസാല ദോശ എങ്ങനെയുണ്ട്? എന്നാ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. അവൾ അവന്റെ പാത്രത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തോടെ എടുത്തു കഴിച്ചു. ഇതാ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ ചട്നി കൂട്ടി കഴിക്കാൻ അടിപൊളിയാ. നല്ല ക്ലൈമറ്റ് അല്ലേ ആരോ? ഒരു മിനിറ്റ്. ആ പറയടാ. അളിയ എവിടെയുണ്ട്? ഞാൻ പുറത്താ. ഞാനും ആയിഷയും പിന്നെ കൺമണിയോ? പറഞ്ഞില്ലല്ലോ. അങ്ങനല്ലടാ. അപ്പൊ എനിക്ക് ഇഷ്ടമാണ് അവളെ. നിന്റെ പ്രശ്നം എന്താ? എനിക്കൊരു പ്രശ്നമില്ല. ആള് പോയി നന്നായി മാറിയിട്ടുണ്ട്. നാളെ കാണാം. ഹലോ ഹലോ, ഇവനിപ്പോ എന്തിനാ വിളിച്ചേ? എന്തിനാ ഫോൺ കട്ട് ചെയ്തേ? ആരവേ ഓപ്പണായിട്ട് സൈറ്റ് അടിക്കുന്നു. ആരവേ, എന്തായി കോൾ കഴിഞ്ഞോ? കൺമണി സിംഗിൾ ആണോ അതോ കമ്മിറ്റഡ് ആണോ? കൺമണി ഒന്ന് നെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് ആരും ഇനീഷ്യേറ്റ് ചെയ്ത് സംസാരിക്കുന്നേ. സിംഗിൾ ആണെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? എനിക്കൊന്നുമില്ല. അല്ല, അന്ന് കൺമണി ഒരു പയ്യനെ വേണ്ടെന്ന് പറഞ്ഞില്ലേ, അതാ ചോദിച്ചേ. നിങ്ങൾക്കതൊരു ചെക്കനായിരിക്കും, എന്നാ എനിക്ക് അത് ആറാമത്തെ ഒരു ചെക്കനായിരുന്നു. എനിക്കൊരു ചേട്ടനുണ്ട് US-ല്. ഇതെല്ലാം അവന്റെ പണിയാ. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ അറേഞ്ച് മാരേജ്. എനിക്ക് ലവ് ചെയ്ത് എന്നെ കല്യാണം കഴിക്കണം. എന്റെ ഏട്ടനും ഏട്ടത്തിനും ഒക്കെ US-ലാ, ഞാനിവിടെയും. അവന്റെ ഡ്രീം ജോബ് അവിടെ, എന്റെ ഡ്രീം ജോബ് ഇവിടെ. എന്നെ കൊണ്ട് അവിടെ പോകാനും പറ്റില്ല, അവനെ കൊണ്ട് ഇങ്ങോട്ട് വരാനും പറ്റില്ല. എന്നാ ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കുന്ന അവനക്ക് പേടിയാ. അതാ അവൻ എനിക്കൊരു കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ചാൽ സേഫ് ആയിട്ടിരിക്കുന്ന അവൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ കൺമണിക്ക് പറഞ്ഞൂടെ ലവ് മാരേജിലാണ് ഇൻട്രസ്റ്റ്? ആ പറഞ്ഞു.
അവനും ടൈം തന്നു. പക്ഷെ ലവ് ചെയ്യാൻ എനിക്ക് ആരും കിട്ടിയില്ല. ആരവേ, ആരും കിട്ടിയില്ലേ? ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുക, ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. ലവ് നമുക്ക് അന്വേഷിച്ചു പോകാൻ പറ്റില്ല കൺമണി, അത് താനേ വരും. ആരവേ അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ലവും എന്നെ അന്വേഷിച്ച് വരാൻ വേണ്ടിയാ ഞാനും വെയിറ്റ് ചെയ്യുന്നേ. അതിനു മുന്നേ ചേട്ടൻ ഇത്ര അധികം ആലോചന കൊണ്ടുവന്നത്, അങ്ങനെ ഒരെണ്ണം കൊണ്ടുവന്നതാ അന്ന് കഫേയിൽ വെച്ച് 6ാമത്തെ. ബാക്കിയൊക്കെ പിന്നെ അറിയാലോ ആരവിന്. അല്ല, എന്ത് ഈ ലവ് മാരേജിനോട് ഇത്ര താല്പര്യം? വേറെന്താ, ലവ് ബ്രേക്കപ്പ് തന്നെ. പുതിയ അറിവാണല്ലോ. പൊതുവെ ലവ് ബ്രേക്കപ്പ് ആയവരൊക്കെ ഓൾമോസ്റ്റ് അറേഞ്ച് മാരേജിലേക്കെ പോവാറ്. ആദ്യമായിട്ടാ ഇങ്ങനെ ഒരാൾ പറയുന്നത് കേൾക്കുന്നത്. അതങ്ങനെ ഒരു കഥ. അതെന്ത് കഥയാ? എന്റെ ബ്രേക്കപ്പ് സ്റ്റോറിയില് ആരെങ്കിലും എന്തിനാ എത്ര ഇൻട്രസ്റ്റ്? അങ്ങനല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. കൺമണിയുടെ ഇഷ്ടം, കൺമണിക്ക് ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട. ആരവി, ഞാൻ വെറുതെ ഫണ്ണിനെ പേടിപ്പിച്ചതല്ലേ, ചുമ്മാ. ഓക്കെ ഞാൻ പറയാം. ഓക്കെ, അന്ന് ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാ അവരെ ഞാൻ മീറ്റ് ചെയ്തേ. നേരം ഹലോ, നീ ഇത് എവിടെയാ കൺമണി? ഞാനൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യത്തിലാ. എന്താ കാര്യം? എന്താണെങ്കിലും അത് കിട്ടും, നീ വേഗം വാ. ഇവിടെ ഒരു വലിയ പ്രശ്നം നടക്കുക. എവിടെ? കോളേജ് ഓഡിറ്റോറിയത്തിൽ. നീ ഫോൺ വെച്ചാൽ ഞാൻ വരാം. നമുക്ക് ഫുഡാണ് മുഖ്യം വെക്കലേ. ശബ്ദം കേട്ടിട്ട് നല്ല അടിയാന്ന് തോന്നുന്നു. ദീപു, എന്താ പ്രശ്നം? നീ ഇത് എവിടെയായിരുന്നു? നീ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടായിരുന്നു. നീ ഇത് ആദ്യം പറ, എന്താ പ്രശ്നം? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സീനിയേഴ്സും അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റ് സീനിയേഴ്സുമായിട്ടൊരു പ്രശ്നമായി. അലുമിനി ഇവന്റ് സീനിയേഴ്സാണ് നടത്തേണ്ടേ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സീനിയേഴ്സിനും അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റ് സീനിയേഴ്സിനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഡിസ്കസ് ചെയ്ത് തീരുമാനം എടുക്കാനാ പറഞ്ഞേ. ഡിസ്കസ് ചെയ്ത് ഇപ്പൊ അടിയിൽ അവസാനിച്ചു. അത്രേ ഉള്ളൂ.
നീ നോക്കിക്കോ, ഇതിപ്പോ സെറ്റാക്കാം. ഹേയ്, നീ എങ്ങോട്ടാ പോകുന്നേ? ഹലോ ഹലോ ഹലോ, ഒരു മിനിറ്റ്, നിർത്ത്. എന്താ പ്രശ്നം? എന്താ നിങ്ങൾ എല്ലാവരും കൂടെ അടികൂടുന്നേ? ദേവേട്ടാ, എന്താ പ്രശ്നം? കൺമണി അവൾക്കറിയാവുന്നൊരു സീനിയറോട് കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. അല്ലടാ, അലീമിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ആവശ്യമില്ലാതെ കൈനീട്ട് സംസാരിച്ചത് അവരാ. ഹലോ, ഫസ്റ്റ് നാക്കിന് ബ്രേക്ക് ഇല്ലാതെ സംസാരിച്ചത് നിങ്ങളാ. നിക്ക്. നമുക്ക് സംസാരിച്ചു തീർക്കാം, ഓക്കെ? ശരിക്കും ഇവിടെ ഒരു പ്രശ്നമില്ല ചേട്ടന് സംസാരിച്ചതും തെറ്റ്, നിങ്ങൾ അതിന് കൈ ചൂണ്ടിയതും തെറ്റ്. തെറ്റിന്റെ മുകളിൽ തെറ്റ് വന്നപ്പോൾ അതാകെ തെറ്റായി മാറി. ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ നമ്മൾ മാറ്റി വെച്ച് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യണം. കാരണം നമുക്ക് 20 ദിവസം ബാക്കിയുള്ളൂ. നമ്മൾ പ്ലാൻ ചെയ്ത് ടീം വർക്ക് ചെയ്താൽ മാത്രമേ കാര്യം നടക്കൂ. ഇങ്ങനെ തല്ലുപിടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജൂനിയേഴ്സിന്റെ മുന്നിൽ നമ്മുടെ ഇമേജ് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. വർക്കൗട്ട് ആവുന്നുണ്ട്. ഇമേജ് എന്നുള്ളൊരു വാക്ക് അവരെല്ലാവരും ഒന്ന് ടെൻഷനാക്കി. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരുമിച്ച് നിന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് ടീം പിരിക്കാം. ഓക്കെ, പക്ക. ഓക്കെ, ഞാൻ അതാ വരുന്നു. ആരടി? വേറെ ആര്? എൻ്റെ ആള് തന്നെ. അവൻ വിളിക്കുന്നുണ്ട്. നീ ക്ലാസ്സിൽ പൊക്കോ, ഞാൻ അത് കഴിഞ്ഞ് വരാം. നീ എവിടെ വേണേലും പൊക്കോ, നീ ആ മുഖം അങ്ങനെ പിടിക്കില്ല ദയവ് ചെയ്ത്. ഓക്കെ, ബൈ, ലവ് യു. ഹായ് ഹായ്. കൺമണി അല്ലേ? നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാ പെട്ടെന്ന് ആ ക്രൗഡ് ക്ലിയർ ആക്കിയേ? ഇതിലെന്തിരിക്കുന്നു? സംസാരിച്ചു തീരാത്ത പ്രശ്നങ്ങളുണ്ടോ? സംസാരിച്ചു, പ്രശ്നം സോൾവ് ആയി, അത്രേ ഉള്ളൂ. ഹലോ മാഡം, എന്നെ ഫുള്ളായിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞായിരുന്നു. അത് അങ്ങനെയല്ല. ബൈ ദ വേ, അന്നേരം you are looking so beautiful. പറയണം തോന്നി, പറഞ്ഞു. ബൈ കൺമണി. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഏത് ചെക്കൻ?
കൺമണി അലുമിനിയമിന് വേണ്ടി ദേവൻ്റെയും നീരവിൻ്റെയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവർ ദിവസേന കണ്ടുമുട്ടാൻ തുടങ്ങിയത്. അങ്ങനെ കണ്ട് കൺമണിയുടെ ഉള്ളിൽ ചെറുതായിട്ട് നീരവിനോട് ക്രഷ് തോന്നി തുടങ്ങി. തിരിച്ചും നീരവിനും അങ്ങനെ തന്നെയാണ്. അവർ പോലും അറിഞ്ഞില്ല ആ 20 ദിവസം കഴിഞ്ഞു പോയത്. ഓയ് ഇറങ്ങാണോ? പണിയെടുത്ത് കയ്യും കാലും വേദനിക്കുന്നു. അതും എൻ്റെ ഉറക്കമുണ്ടല്ലോ എൻ്റെ കണ്ണിൻ്റെ മുകളിലാണുള്ളത്. ഇതിനൊക്കെ മുകളിൽ എനിക്ക് വിശന്നിട്ട് വയ്യ. വിശക്കുന്നുണ്ടോ? എന്നാ നമുക്ക് ക്യാൻറ്റീനിൽ പോവാം. ചേട്ടാ 2 എഗ് പപ്സ് പിന്നെ 2 കോളയും. അയ്യോ, എനിക്ക് കോള ഇഷ്ടമല്ലല്ലോ. ഇതൊന്ന് പറഞ്ഞാലോ? ഓർഡർ ചെയ്തും കഴിഞ്ഞു. ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്തി. അവർ കഴിക്കാൻ തുടങ്ങി. നാളെ എന്ത് കോസ്റ്റ്യൂം ഇടുന്നേ? അറിയില്ല, വീട്ടിൽ പോയിട്ട് വേണം നോക്കാൻ. സാരി വല്ലതും എടുക്കാൻ പ്ലാൻ ഉണ്ടോ? സാരിയോ? ഞാനിതുവരെ എടുത്തിട്ടും കൂടി ഇല്ല. ഞാൻ നാളെ വൈറ്റ് ഷർട്ടാ, നീ നാളെ സെറ്റ് സാരി വല്ലതും എടുക്കുക. അപ്പൊ നമുക്ക് മാച്ചിങ് ആയിട്ട് ഇടാലോ. അതിന് നമ്മൾ എന്തിനാ മാച്ചിങ് ആയിട്ട് ഇടുന്നത്? നിനക്കറിയില്ലേ? അറിയില്ല. എന്നാ ശരി, ബൈ. അതും പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ പോയി. കൺമണി പിന്നാലെ ചെന്ന് വിളിച്ചു. അപ്പോഴേക്കും നീരവ് പോയി കഴിഞ്ഞിരുന്നു. എന്താ നേരം ഇങ്ങനെ നോക്കുന്നേ? അല്ല, എങ്ങനെയുണ്ട് എന്നെ കാണാൻ? ഹലോ, you look so handsome. I love you. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ ലവ് യു കൺമണി. നിന്റെ നാണം കണ്ട ഓക്കെ തോന്നുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അക്കാഡമിക് ഇയറിന്റെ അവസാന ദിവസങ്ങളിലെത്തി. നീരവിന്റെ 3rd ഇയറും കൺമണിയുടെ 2nd ഇയറും കഴിയാറായി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ഇരുവരും ഒരുമിച്ച് സമയങ്ങൾ ചിലവഴിച്ചു. അവർ ഒരുമിച്ച് മൂവി ഡേറ്റിന് പോയി. അവരുടെ കുറേ ലേറ്റ് നൈറ്റ് കോൾസ്, ചാറ്റ്സ്. പക്ഷേ കാലക്രമേണ നീരവും കൺമണിയും തമ്മിലുള്ള ബന്ധം മാറി. നീരവ് പലപ്പോഴും കൺമണിയുടെ ഇഷ്ടങ്ങൾ അവഗണിക്കുകയും അവളുടെ അഭിപ്രായം ചോദിക്കാതെ തീരുമാനങ്ങൾ എടുക്കുകയും അവൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. അവർ തമ്മിൽ വഴക്കിട്ടിട്ടും നീരവ് ശ്രദ്ധിച്ചില്ല. ഇത് കൺമണിയെ വിഷമിപ്പിച്ചു. എങ്കിലും നീരവിനോടുള്ള സ്നേഹം കൊണ്ട് കൺമണി ശാന്തയായി നിന്നു. കൺമണി ആർജയാകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നീരവിനതിൽ താല്പര്യമില്ലായിരുന്നു.
കഴിഞ്ഞ എക്സാം കഴിയൂലേ? ഞാൻ എന്നെ നന്നായി മിസ് ചെയ്യും. കൺമണി, എനിക്ക് നിന്നോട് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനുണ്ട്. ഒരു മിനിറ്റ് നേരം. ഹലോ, ആ പറയൂ ചേച്ചി. ശരിക്കും ഐ എം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച് ചേച്ചി. ഷുവർ ഷുവർ ഷുവർ. ബൈ ചേച്ചി. എന്താ കാര്യം? ഞാൻ പറഞ്ഞില്ലേ, ആ ഫേമസ് ആയ റേഡിയോ സ്റ്റേഷനിൽ ആർജെ പുസ്തകം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നും അതെനിക്ക് കിട്ടി. ഇന്റർവ്യൂവിന് എന്നെ വിളിച്ചിട്ടുണ്ട്. ഏയ്, ഞാനെന്തൊരു ഹാപ്പി ആയിട്ടൊരു കാര്യം പറയുന്നേ. നീ എന്തോ റിയാക്ഷൻ ഇല്ലാതെ നിൽക്കുന്നേ? ഞാൻ നെക്സ്റ്റ് മന്ത് ഓസ്ട്രേലിയ പോവാണ്. നീ ഇതുവരെ സൂചിപ്പിച്ചതേ ഇല്ലല്ലോ. എല്ലാം ഓക്കെ ആയിട്ട് പറയാന്ന് വിചാരിച്ചു. ഞാൻ മാസ്റ്റേഴ്സ് എടുക്കാൻ ഓസ്ട്രേലിയ പോവാ. നീയും എൻ്റെ കൂടെ വരണം. ഞാനോ? ആ, നീ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യ, എന്നിട്ട് എൻ്റെ കൂടെ വാ. ഞാൻ ആദ്യം പോവാം. നിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നീ പിന്നാലെ വായോ. നിന്റെ UG അവിടെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ മാസ്റ്റേഴ്സ് ചെയ്യാം. അപ്പോ എന്റെ ഡ്രീം? അതിനിപ്പോ എന്താ, ഒരു 3 വർഷം പോയി തിരിച്ചു വന്നോ അത് ചെയ്യാലോ. നേരെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടാൻ ഈസി അല്ല. നീ പറഞ്ഞ പോലെ എളുപ്പമുള്ള കാര്യമല്ല ഇത്. പിന്നെ എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അപ്പൊ നീ എന്നെ മിസ് ചെയ്യില്ലേ? ഓഫ് കോഴ്സ് ഐ വിൽ മിസ് യു. പക്ഷെ എനിക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല നേരം. എൻ്റെ ചേട്ടൻ അവൻ്റെ ഡ്രീമിന് വേണ്ടി അവനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ പോയി ഓസ്ട്രേലിയ പോകണമെന്നൊക്കെ പറഞ്ഞ അത് ശരിയാവില്ല. എന്താ, നിന്റെ ചേട്ടൻ നിനക്ക് വേണ്ടി അത് ചെയ്യില്ല? എൻ്റെ ചേട്ടൻ ചെയ്യും. അതാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞേ. എനിക്ക് വേണ്ടി അവൻ ഓൾറെഡി കുറേ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അവൻക്കിഷ്ടമുള്ള കാര്യം അവൻ ചെയ്യുന്നേ. അതൊന്നും ഞാൻ കാരണം. ഇനിയിപ്പോൾ ഞാൻ അവിടെ വന്നു വിചാരിക്കാം. ഇനി ഞാൻ RJ ആവാൻ വേണ്ടി ഞാൻ എവിടെയൊക്കെ അന്വേഷിക്കാം. എനിക്കറിയാം. നിർത്ത് കൺമണി. നിന്റെ ഡ്രീം, നിന്റെ ചേട്ടൻ, ഇതെല്ലാം എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ വന്ന് എന്റെ കൂടെ നിൽക്കാന്നല്ലാതെ അവിടെ വന്ന് എങ്ങനെ ആർജയാകുന്ന നീ ചിന്തിക്കുന്നേ? അപ്പൊ നീ എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ ഡ്രീമല്ലേ നീ പ്രയോറിറ്റൈസ് ചെയ്തേ. നീ എന്തിനാ ഓസ്ട്രേലിയ പോകുന്നേ? നിനക്കിവിടെ PG ചെയ്തൂടെ? ഇതൊന്നും സിനിമ അല്ല നീരവ്. ബി പ്രാക്ടിക്കൽ. നീ പോയിട്ട് വാ നീരവ്. 2 വർഷമല്ലേ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇല്ല, എനിക്കിപ്പോ ഇതിന് ഉത്തരം കിട്ടണം. നോക്ക് നീരവ്, ഇതിവിടെ നിർത്താം. ഇനി നമ്മളിത് കണ്ടിന്യൂ ചെയ്താൽ നമ്മൾ തല്ലുട്ടത്തിൽ അവസാനിക്കൂ. നമുക്ക് നാളെ സംസാരിക്കാം. നിനക്കെന്നെ വേണോ വേണ്ടയോ? ചൂസ് യുവർ ഡ്രീം. ഐദർ മീ. നീ നിന്നെ പറ്റി മാത്രമേ ചിന്തിക്കുള്ളൂ നീരവ്. നിന്റെ ഡ്രീമിലേക്ക് വലുത് എനിക്കിത് തന്നെയാ. That's enough. നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആയത് മുതൽ നീ ഇങ്ങനെ തന്നെയാ. നീ ഒരിക്കലും എനിക്ക് ഡിസൈഡ് ചെയ്യാൻ നീ സമ്മതിച്ചിട്ടില്ല. നമ്മുടെ റിലേഷൻഷിപ്പിൽ എല്ലാ വിഷയത്തിലും ആദ്യം മുതലേ എങ്കിലും നീയാ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞാൻ എന്ത് ഡ്രസ്സ് എടുക്കണം, നമ്മൾ ഏത് ഹോട്ടലിൽ പോകണം, എന്ത് കഴിക്കണം, നമ്മളെന്ന കഥയിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീരവ്. ഞാൻ ഉണ്ടായിട്ടില്ല. എപ്പോഴെങ്കിലും നീയുടെ ചോയ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് എനിക്കത് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് നീ ചോദിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിൽ തുടങ്ങി എൻ്റെ കരിയർ നീ ഡിസൈഡ് ചെയ്യാൻ പോകണോ? ഇങ്ങനെ നീ ഡിസൈഡ് ചെയ്യുന്നതല്ല ഞാൻ ചൂസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് എന്താ ഇഷ്ടം എന്നുള്ള കാര്യം ഞാനായിട്ട് മറന്നു പോകും. ഇതൊന്നും നീ ചൂസ് ചെയ്യുന്ന ഡ്രസ്സ് പോലല്ല നീരവ്.
ദിസ് ഈസ് മൈ കരിയർ. ഡ്രസ്സാണെങ്കിൽ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നേരം, പക്ഷെ ഇതെൻ്റെ കരിയറാണ്. എനിക്കത് പറ്റില്ല. ഇവിടെ നോക്കുക കൺമണി, ഇതെൻ്റെ ഡ്രീമാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഡ്രീം. എന്നെ കൊണ്ട് അവരെ ഡിസപ്പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. ഐ റിയലി വാണ്ട് ടു ഗോ ദർ. പ്ലീസ് എൻ്റെ ഭാഗത്തുനിന്ന് നീ ആലോചിച്ച് നോക്ക്. നീ എപ്പോഴെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിനക്ക് നിന്റെ പാരൻസിനെ പറ്റി ചിന്തിക്കാം, എൻ്റെ ചേട്ടനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പാടില്ല. നിനക്ക് നിന്റെ കരിയറിനെ പറ്റി ചിന്തിക്കാം, നിന്റെ ഡ്രീമിൻ്റെ പിന്നാലെ പോവാം. പക്ഷെ എൻ്റെ ഡ്രീമിനെ പറ്റിയിട്ട് എനിക്ക് ചിന്തിക്കാൻ പാടില്ല. എൻ്റെ ഡ്രീമിൻ്റെ പിന്നാലെ പോകാൻ എനിക്ക് പാടില്ല. അങ്ങനല്ലേ? വാവ്. ഞാൻ ഓപ്പണായി ചോദിക്കുക കൺമണി, നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമില്ലയോ? ഇപ്പൊ ഞാൻ നിന്റെ കൂടെ എൻ്റെ ഡ്രീം വിട്ട് വന്ന ലൈഫ് ലോങ് ഞാൻ റിഗ്രറ്റ് ചെയ്യും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ നിനക്ക് ഇമ്പോർട്ടൻ്റ് അല്ല അല്ലേ? എൻ്റെ ഉള്ളിൽ നീ മാത്രമല്ല നീരമുള്ളത്. എൻ്റെ ചേട്ടൻ, എനിക്കൊരു ആർജയാമെന്നുള്ളൊരാഗ്രഹം അങ്ങനെ കുറേ ഉണ്ട്. എന്നെ കൊണ്ട് എല്ലാം പെട്ടെന്നിട്ടിട്ട് വരാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിന്നെ കൊണ്ട് എൻ്റെ കൂടെ വരാൻ പറ്റില്ല അല്ലേ? ലെറ്റ്സ് എൻഡ് ദിസ് ഹിയർ. നീ നിന്റെ കരിയറിന് പിന്നാലെ പോ, ഞാൻ എൻ്റെ കരിയറിന് പിന്നാലെ പോയിക്കോളാം. നിന്നോട് ആരും തടയാൻ പോകുന്നില്ല. കൺമണി ഒരു ദീർഘശ്വാസമെടുത്ത് അവിടെ ക്ഷമയോടെ കാത്തിരിക്കുന്ന അരവിനെ ഒന്ന് നോക്കി. ലവ് എന്ന് പറഞ്ഞ എന്താണ് ആരവ്? ഒരാളുടെ ആഗ്രഹത്തെ മറ്റൊരാളെ പിന്നെ ഫോഴ്സ് ചെയ്യുന്നതാണോ? അതും രണ്ടുപേരുടെ ആഗ്രഹത്തെ രണ്ടുപേരും മനസ്സിലാക്കി രണ്ടുപേരുടെ ഇഷ്ടത്തിൽ ജീവിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ച് രണ്ടാമത്തെയാണ്. രണ്ടുപേരുടെ ഇഷ്ടത്തിന് രണ്ടുപേരും മനസ്സിലാക്കി ജീവിക്കുന്നതാണ്. എന്നെ എൻ്റെ ഇഷ്ടങ്ങളെ ഒരുപോലെ മനസ്സിലാക്കുന്ന ഒരാളെ വേണം എനിക്ക് പ്രണയിക്കാൻ. അങ്ങനെ ഒരു ലവ് എനിക്ക് വേണ്ട. ഒരു ലിവിങ് എക്സാമ്പിളായിട്ട് എനിക്കത് കാണിക്കണം. ആരും പറ, എൻ്റെ ഭാഗത്താണോ തെറ്റ്? നീ ചെയ്തതിൽ ഒരു തെറ്റില്ല കൺമണി. നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്ത് സ്നേഹിക്കാൻ പറ്റില്ല. നീ അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ നീ ഇപ്പം എന്തായാലും റിഗ്രറ്റ് ചെയ്തേനെ. ഓൾ ദ ബെസ്റ്റ്. പെട്ടെന്ന് തന്നെ നീ ആഗ്രഹിച്ച പോലെ അങ്ങനെ ഒരു പേഴ്സണെ കണ്ടുപിടിക്കാൻ പറ്റട്ടെ. അല്ല, താങ്കളുടെ ലവ് മാരേജ് ആണോ അതോ അറേഞ്ച് മാരേജോ? അതൊരു വലിയ കഥയാ, വേറൊരു ദിവസം പറയാം. ഇപ്പൊ ലേറ്റ് ആവുന്നു. അയ്യോ ശരിയാ, ഞാൻ വീട്ടിൽ പോവാം.